അർജുനായെങ്കി കീഴടങ്ങാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് അഭിഭാഷക പറയുന്നത്. അതിനപ്പുറത്ത് അർജുനായെങ്കി അവിടെ ഒളിത്താവളമാക്കി മാറ്റിയതാണോ, പോലീസ് പിടികൂടിയതാണോ, എന്താണ് എങ്കിലും അതിന് വലിയ പ്രസക്തിയില്ല എന്നല്ല ബൈജു മനസ്സിലാക്കേണ്ടത്. കാരണം അർജുനായെങ്കി തുടർച്ചയായി ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്നു. നേരത്തെ ബൈജു അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. എറണാകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അർജുനെ പൂട്ടാൻ തീരുമാനിക്കുന്നു. അതിനുശേഷവും അർജുനായെങ്കിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുക. താൻ വളർന്ന പാർട്ടി വേറെയാണ്, വിരട്ടാൻ നോക്കേണ്ട, പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം നേടാം എന്ന വലിയ ആത്മവിശ്വാസം അർജുനായെങ്കിക്കുണ്ടായിരുന്നു. അതുവരെയും തനിക്ക് ഒളിവിൽ തുടരാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. തൻ്റെ കൂട്ടുകെട്ടുകൾ, സംവിധാനങ്ങൾ പാർട്ടിയിൽ നിന്ന്, പാർട്ടി തള്ളിപ്പറയുന്നുണ്ട് എങ്കിലും അനുഭാവികളുടെയൊക്കെ പിന്തുണയുടെ ചാകര നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒളിച്ചിരിക്കാനും ഒളിത്താവളം ഒരുക്കാനും ഒക്കെ തനിക്ക് ആളുകളുണ്ട് എന്നൊരു ആത്മവിശ്വാസം, അതായിരുന്നു ആയെങ്കിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതെല്ലാം ഇല്ലാതെയായി എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ബൈജു. തീർച്ചയായും നമുക്ക് അഭിലാഷ് അതിന് വരും മുമ്പ് നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കൂടുതൽ പോലീസ് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം ഇതിപ്പോൾ വലിയ തോതിലുള്ള ഒരു വാർത്തയായി അർജുനായെങ്കി ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട്. നമുക്കറിയാം ഇയാളുടെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും പരിശോധിച്ചാൽ കാണാം ഒരുപാട് ആരാധകർ ഇയാൾക്കുണ്ട് എന്ന് പറയേണ്ടി വരും. ഇത്രയും കൊടും ക്രിമിനലായ ഒരാൾക്ക് പോലും ആരാധകർ അയാൾക്ക് അനുകൂലിച്ച്, ഇയാളുടെ പോസ്റ്റുകൾക്ക്, വൃത്തിയായിട്ട പോസ്റ്റുകൾക്ക് അനുകൂലിച്ച് കമന്റ് ഇടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പോലീസ് എത്തി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ തന്നെ നൽകാൻ കഴിയും. അഭിലാഷെ, പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഒരുക്കങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അവരുടെ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷന്റെ വാതിലിൽ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇതുവഴി ഇപ്പോൾ അല്പസമയത്തിനകം നമുക്ക് ആ തത്സമയ ദൃശ്യം തന്നെ കാണാം. അർജുനായെങ്കി ഏത് സമയത്തും ഇപ്പോൾ ഇവിടെ നിന്നും പുറത്ത് ഇറക്കിയേക്കാം. വൈദ്യപരിശോധനയ്ക്ക് നേരത്തെ പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കും. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ അവിടെയുള്ള നടപടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലുള്ള ഈ ഒരു കേസിൽ ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു അഭിഭാഷകയുമായി മണിക്കൂറുകളോളമാണ് ഇയാൾ ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തിയത്. അപ്പോൾ അഭിഭാഷക അതിന്റെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തീർച്ചയാണ്. പക്ഷേ അതിനുമപ്പുറം എന്തൊക്കെ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം പോലീസിനെ വെല്ലുവിളിച്ച് ഇത്തരത്തിൽ ഒളിവിൽ കഴിഞ്ഞു തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ വേണമെങ്കിൽ പോലീസിന് ഇതിൽ ചുമത്താം. അത്തരത്തിൽ കൃത്യമായി ഇയാളെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ നൽകിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. അതായത് ഇയാൾ കൃത്യമായി അഭിഭാഷകയുടെ വീട്ടിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് 3:45 എത്തുന്ന CCTV ദൃശ്യം ന്യൂസ് 18 പുറത്തുവിട്ടു. അതോടൊപ്പം ഈ പോലീസ് കൃത്യമായി അവിടെ എത്തുന്ന CCTV ദൃശ്യവും ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇപ്പോൾ അർജുനായെങ്കിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ വസതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഏത് സമയത്തും പുറത്തേക്ക് ഇറക്കിയേക്കാം. അതിനുള്ള സന്നാഹം ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി പോലീസിന്റെ ഈ നീക്കം, കോടതിയിൽ നിന്നുണ്ടാകുന്ന അത്തരം കാര്യങ്ങൾ, കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതെല്ലാം നിർണായകമാണ് ഈ കേസിൽ. അതിനുശേഷം മറ്റ് സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ഈ പ്രതിയെ, ഈ അർജുനായെങ്കി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ കെ.വി. ബൈജു റിപ്പോർട്ട് ചെയ്യുന്ന ഇടമാണ് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്നത്. അവിടേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സന്നാഹം എന്നൊന്നും പറയേണ്ടതില്ല, പക്ഷേ അത്യാവശ്യം പോലീസുകാരുണ്ട്. അത് മതി ഇവരെ പോലുള്ള ഗുണ്ടകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നത് തന്നെയാണ് കൃത്യമായും പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കേണ്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ വലിയ ബിംബങ്ങളാക്കാൻ വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും കേരള പോലീസിലെ ഒരു സംഘം വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത്. ഇതാ മറുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് അർജുനായെങ്കി ഈ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ആണ്. അതാണ് കെ.വി. ബൈജു അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ എത്ര ഉന്നതനായാലും എത്ര കുപ്രസിദ്ധനായാലും അവരെ പിടികൂടാൻ തന്നെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നത് വേണമെങ്കിൽ വെടിവെക്കാൻ നിർദ്ദേശം
നിർദ്ദേശം നൽകിയിരുന്നു ആഭ്യന്തര വകുപ്പ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നീടത് അത്തരത്തിലൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ ഗുണ്ടകളെ വെടിവെക്കണമെങ്കിൽ വെടിവെക്കാം എന്ന തരത്തിലൊക്കെയുള്ള ഉത്തരവുകൾ ഇറങ്ങുന്നത്. ഇവിടെ നിയമവ്യവസ്ഥയെ, ആഭ്യന്തര വകുപ്പിനെ, പോലീസ് സംവിധാനങ്ങളെ ഒക്കെ വെല്ലുവിളിക്കുമ്പോൾ അത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. അർജുൻ ആയിങ്കിയെ പോലെയുള്ളവർ സാധാരണക്കാരുടെ സമാധാനമാണ് കെടുത്തുന്നത്. അതാണ് ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത്. ജനങ്ങളുടെ സുരക്ഷ, സമാധാനം അതിന് തന്നെയാണ് പ്രാമുഖ്യമെന്ന്. അതിനാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ഉള്ളത്. അവരുടെ ഉത്തരവാദിത്തമാണ് അത് ഉറപ്പാക്കുക. അത്തരം നടപടികളുടെ ഭാഗമായി ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടി ആരംഭിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം, അതായത് ഒരു പദ്ധതിക്ക് രൂപം നൽകി മണിക്കൂറുകൾക്കകം അർജുൻ ആയിങ്കിയുടെ അനുഭാവികളെ അകത്താക്കാൻ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അർജുനും പിടിവീഴുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു പോലീസ് സംവിധാനം എന്നതാണ്. ഉടനെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അർജുനെ എത്തിക്കും. പിന്നീട് കസ്റ്റഡി ആവശ്യപ്പെടും. അത്തരം നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ നിരവധിയായ കേസുകൾ, കഴിഞ്ഞ ദിവസം തന്നെ 23ഓളം കേസുകൾ ആണുള്ളത്. പുതിയ കേസുകൾ കൂടി ചാർത്തിയിട്ടുണ്ടോ എന്നത് അറിയില്ല. എന്തായാലും അതിവേഗം നടപടികളിലേക്ക് കടക്കുകയാണല്ലോ ബൈജു പോലീസ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അഭിലാഷ്. വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇയാളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് നീക്കം. അത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ അല്പസമയം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. ഗൗരവമായ കുറ്റകൃത്യം ഉൾപ്പെടുത്തുന്ന വകുപ്പുകളുണ്ടോ? നിലവിൽ സൈബർ കുറ്റം മാത്രമാണ്. അതൊരു പക്ഷേ കോടതിയിൽ നിന്നും അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്നും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ അതിനും അപ്പുറം ഇയാളെ ഒരു നിയമ സംവിധാനത്തെ, ആഭ്യന്തര വകുപ്പിനെ ഇത്തരത്തിൽ എല്ലാ ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, CPM-ന്റെ കൃത്യമായ ഒരു പിന്തുണ ഇയാൾക്ക് നേരത്തെയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം നേതാക്കൾ, അത് പിണറായി വിജയനായാലും MP ജയരാജനായാലും MP ഗോവിന്ദനായാലും ഒക്കെ ഇയാളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം ഇയാൾക്ക് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചേക്കാം. പക്ഷേ അങ്ങനെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതാണ് പോലീസിന് ഇതിന് ഊർജ്ജം പകർന്നത്, ആഭ്യന്തര വകുപ്പിന് ഊർജ്ജം പകർന്നത്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നത് സംബന്ധിച്ച് അങ്ങനെയാണ് വലിയ തോതിലുള്ള പരിശോധന നടത്തുന്നത്. ഏതായാലും കണ്ണൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വസിക്കാം. അർജുൻ ആയെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഇവർക്ക് പിടിച്ചിടാൻ സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോസ്റ്റുകൾ, ഈ ഒരു മണിക്കൂറുകളിൽ പോലും പുതിയ പോസ്റ്റുകൾ, അത് പുതിയ തരത്തിൽ പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഓരോ കാര്യത്തിലും വന്നേനെ. ഒരു പക്ഷേ അത് CPM നേതൃത്വത്തിനെതിരെ പോലും ഇത്തരത്തിൽ പോസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും തലവേദന, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തലവേദന എന്നത് ഒരു രീതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അപ്പോഴേക്കും ഇയാൾ പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ വലിയ നാണക്കേടിലേക്ക് ആഭ്യന്തര വകുപ്പിന് പോയേക്കാം. കഴിഞ്ഞ 48 മണിക്കൂറായി 2 രാത്രിയും പകലുമായി ഇത്തരത്തിൽ അർജുൻ ആയിക്ക് വേണ്ടി കണ്ണൂരിലെ പോലീസ് വലിയ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവർക്ക് ഓരോ വിവരങ്ങളും, ഇയാളുടെ ഒളിത്താവളം അല്ലെങ്കിൽ ഇയാൾ എവിടെയുണ്ടെന്ന വിവരങ്ങൾ കിട്ടുമ്പോഴും കൃത്യമായി ഇയാൾക്ക് മൊബൈൽ ഫോണും പോലും ഉപയോഗിക്കാത്ത ഇയാൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരം വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ പോലീസിലുണ്ടോ, അതല്ല മറ്റേതെങ്കിലും ആളുകളുണ്ടോ, ഇയാൾക്ക് സഹായം ചെയ്യുന്ന ആളുകൾ ആരൊക്കെ? അതാണിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നത്, വിശദമായി ചോദ്യം ചെയ്യുന്നത്. സൈബർ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് സാങ്കേതികമായും പല കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. ഏതായാലും ഇയാളുടെ സഹോദരൻ ഇപ്പോൾ കരുതൽ തടങ്കലിലായിട്ടുണ്ട്. 8 പേരെ നേരത്തെ തന്നെ വളപട്ടണം പോലീസ് കരുതൽ തടങ്കൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് നേരിട്ട്, അത് ചെന്നിത്തല ഉൾപ്പെടെ നേരിട്ട് നിർദ്ദേശം നൽകിയ ഒരു കേസാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ, അതിനുശേഷം സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ചയാനുള്ള നടപടികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഒരു തുടക്കം കണ്ണൂരിലെ ഇത്തരത്തിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റോടുകൂടി ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ കേസിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ നടന്നിരുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായി CPM ഭരണത്തിന്റെ തണലിലൊക്കെ വലിയ തോതിൽ സഹായം ലഭിച്ചു എന്ന ആക്ഷേപം ഉയർന്നതാണ്. അത് കോൺഗ്രസ് നേരത്തെ ആക്ഷേപം ഉന്നയിച്ചാണ്. അങ്ങനെയുള്ള ഗുണ്ടകളെ എല്ലാം പിടികൂടുമോ? അതാണ് ഇനി കാണേണ്ടത്. അതിന്റെ ഒരു എന്തായാലും ബൈജു സൂചിപ്പിക്കുന്ന പോലെ തന്നെ CPM-ന്റെ തണലിൽ ആണ് അർജുൻ ആയെങ്കിൽ വളരുന്നത് എന്ന വിമർശനം നേരത്തെ തന്നെ അതിശക്തമായിരുന്നു എന്നതാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും അർജുൻ ആയെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് സൂചിപ്പിച്ചത്. തന്നെ വിരട്ടാൻ നോക്കേണ്ട, താൻ
വളർന്നു വന്ന പാർട്ടി വേറെ ആണ് എന്ന്. പക്ഷേ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും വേറെയാണ് എന്നതാണ് അർജുൻ ആയങ്കിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക എന്നതാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഒന്നടങ്കം അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ. അർജുൻ ആയങ്കിക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. എന്നാലിപ്പോൾ ഞാനെന്ത് പറയാനാണ്? അർജുൻ ആയങ്കിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? അർജുൻ ആയങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. തൂഫാനെ പോലെ ആയെങ്കിയെ തൂക്കണം, തൂക്കി കൊല്ലലല്ല, പിടിക്കണം. അതിന് കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. പോലീസിനെ ഉപയോഗിച്ച് ആയെങ്കി എവിടെയാണോ അവിടെ പോയി പിടിക്കണം. കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസിനെ വെല്ലുവിളിച്ച് നടക്കുന്നത് ആശ്ചര്യകരമാണ്. യെസ്, എന്തായാലും തൂഫാനെ പോലെ തൂക്കണം എന്നതായിരുന്നു MV ജയരാജന്റെ ആവശ്യം. അതുപോലെ തന്നെ തൂക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.